KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കതിരൂർ മനോജ് വധക്കേസ് പി ജയരാജന്റെ അറസ്റ്റ് അനിവാര്യമാണെന്ന് CBI എന്നാൽ അസംബന്ധങ്ങളുടെ ഘോഷയാത്രയെന്ന് പിണറായി വിജയൻ. അഴിമതി കുറ്റം ചുമത്തി ഉത്തരകൊറിയ സൈനിക മേധാവിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. വകുപ്പുകളും ചുമതലകളും ക്രമീകരിച്ചുകൊണ്ട് SYS സംസ്ഥാന കമ്മിറ്റിക്ക് പുതിയ ഭരണക്രമം. ജാമിയ സഅദിയ 46-ാം വാർഷികത്തോടനുബന്ധിച്ച് മുസ്ലിം ജമാഅത്ത് സമ്മേളനം ഈ മാസം 13-ന്. വാർത്തകൾ വിശദമായി. കതിരൂർ മനോജ് വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ അറസ്റ്റ് അനിവാര്യമാണെന്ന് CBI. പാർട്ടിയെ ഉപയോഗിച്ച് ജയരാജൻ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. കതിരൂർ മനോജ് വധക്കേസിന്റെ ബുദ്ധികേന്ദ്രം ജയരാജനെന്നും CBI പറഞ്ഞു. ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും ജയരാജന് പങ്കുണ്ട്. ഇത് അന്വേഷിക്കാൻ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നുമാണ് ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് CBI ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഒരുപക്ഷെ തള്ളിയാൽ അത് പാർട്ടിക്ക് കടുത്ത ആഘാതമാകും. കേസിൽ CBI ജയരാജനെ അറസ്റ്റ് ചെയ്താൽ പാർട്ടിക്ക് അണികളെ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യവും സംജാതമാകും. പ്രത്യേകിച്ചും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിലുണ്ടാകുന്ന നിയമ നടപടി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലായെത്തും. UAPA വകുപ്പ് കൂടി ചുമത്തിയതിനാലാണ് സെഷൻസ് കോടതി ജയരാജന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നത്. മനോജ് വധക്കേസിൽ CBI കുരുക്കിന് പിന്നാലെ യൂത്ത് ലീഗ് പ്രവർത്തകൻ അബ്ദുൽ ഷുക്കൂർ വധക്കേസിലും പി ജയരാജൻ CBI അന്വേഷണ പരിധിയിൽ വന്നത് CPMന് പ്രഹരമായിരിക്കുകയാണ്. CBI എന്നാൽ അസംബന്ധങ്ങളുടെ ഘോഷയാത്ര നടത്തുന്ന അന്വേഷണ ഏജൻസിയെന്ന് CPIM PB അംഗം പിണറായി വിജയൻ. കതിരൂർ കേസിൽ CPM നേതാവ് പി ജയരാജനെതിരായ CBI നിലപാടിനെ തുടർന്നാണ് പിണറായി CBIയെ വിമർശിച്ച് പരസ്യമായി രംഗത്തെത്തിയത്. ഇതേ CBI ആണ് CPM തലശ്ശേരിയിൽ വർഗീയ സംഘർഷത്തിന് പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ട് കൊടുത്തത്. ഇപ്പോൾ അവർ BJPയുടെ താൽപര്യമാണ് സംരക്ഷിക്കുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ താൽപര്യമായിരുന്നു സംരക്ഷിച്ചിരുന്നത്. നേതാക്കളെ ജയിലിലിട്ട് CPMനെ പേടിപ്പിക്കാൻ നോക്കണ്ടെന്നും പിണറായി BJP RSS നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി. തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണിതിന് പിന്നിൽ. നീതി ലഭിക്കാനുള്ള അവകാശം എല്ലാ പൌരന്മാർക്കുമുണ്ട്. ഇതിനായാണ് പി ജയരാജനും ശ്രമിക്കുന്നതെന്നും പിണറായി ചെങ്ങന്നൂരിൽ പറഞ്ഞു. മിഷയും ഡോട്ടും 150 സൈനികരും അപൂർവമായ ഒരു രക്ഷാപ്രവർത്തനം. മനുഷ്യസാധ്യമായ രക്ഷാപ്രവർത്തനം തീർത്തും അസാധ്യമായ സിയാച്ചിനിൽ റഡാറുകളും മിഷ ഡോട്ട് എന്നീ സൈബീരിയൻ നായകളുമാണ് സൈന്യത്തിന് തുണയായത്. വിശദമായ റിപ്പോർട്ടിലേക്ക്. മഞ്ഞുമൂടിയ സിയാച്ചിനിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഹിമപാതത്തിൽ 10ഓളം സൈനികരെ കാണാതായി എന്ന വാർത്ത വലിയ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. അപകട വിവരം പുറത്തു വന്നപ്പോൾ മുതൽ സൈനികരുടെ ജീവനായുള്ള പ്രാർത്ഥനയിലായിരുന്നു രാജ്യം. എന്നാൽ അപകടം കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടിട്ടും സൈനികരെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ എല്ലാവരും മരണപ്പെട്ടിരിക്കാമെന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ ദുഃഖത്തോടെ അറിയിച്ചു. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ജീവന്റെ നേരിയ തുടിപ്പുകളുമായി ദുരന്തം നടന്ന് 6ാം നാൾ ലാൻസ് നായിക് ഹനുമന്തപ്പയെ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. ഹിമപാതത്തിൽ 25 അടി ഉയരത്തിൽ വന്നടിഞ്ഞ മഞ്ഞുകട്ടകൾക്കടിയിൽ നിന്നാണ് ജീവന്റെ നേരിയ തുടിപ്പുകളുമായി ഹനുമന്തപ്പയെ സൈന്യം കണ്ടെത്തിയത്. പകൽ സമയങ്ങളിൽ -30 ഡിഗ്രിയും രാത്രി സമയത്ത് -50 ഡിഗ്രി സെൽഷ്യസുമാണ് സിയാച്ചിനിലെ തണുപ്പ്. ഇത് വകവെക്കാതെയാണ് 150 പേരടങ്ങിയ സൈനിക സംഘം രാപ്പകൽ വ്യത്യാസമില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തിയത്. മനുഷ്യസാധ്യമായ രക്ഷാപ്രവർത്തനം തീർത്തും അസാധ്യമായ സിയാച്ചിനിൽ റഡാറുകളും സൈബീരിയൻ നായകളുമാണ് സൈന്യത്തിന് സഹായകമായത്. മഞ്ഞിനടിയിലെ ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് സെൻസർ ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്ന റഡാറുകൾ ദുർഘടമായ സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി. ദൌത്യത്തിൽ രക്ഷാപ്രവർത്തകർക്ക് തുണയായി നിന്നത് പ്രത്യേക പരിശീലനം നേടിയ സൈബീരിയൻ നായകളാണ്. നേരത്തെ തന്നെ സിയാച്ചിനിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന മിഷ ഡോട്ട് എന്നീ സൈബീരിയൻ നായകളായിരുന്നു രക്ഷാപ്രവർത്തനത്തിലും സൈന്യത്തിന് വഴികാട്ടിയായത്. മഞ്ഞിനടിയിലെ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാനുള്ള മിഷയുടെയും ഡോട്ടിന്റെയും കഴിവ് രക്ഷാപ്രവർത്തനത്തിൽ നിർണായകമായി എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്.
തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന സിയാച്ചിനിലെ സൈനിക പോസ്റ്റുകളിൽ മിഷയും ഡോട്ടും പോലുള്ള നായകളാണ് സൈനികർക്ക് പലപ്പോഴും തുണയാവുന്നത്. ബേസ് ക്യാമ്പിൽ നിന്ന് ഔട്ട് പോസ്റ്റുകളിലേക്ക് കത്തുകൾ കൈമാറാനും ഔട്ട് പോസ്റ്റുകളിൽ സൈനികർക്ക് കൂട്ടിരിക്കാനും ഉത്സാഹിച്ച മിഷക്കും ഡോട്ടിനും ഒടുവിൽ മഞ്ഞിനടിയിൽ അടക്കപ്പെട്ട സൈനികരെ കണ്ടുപിടിക്കേണ്ട ദൌത്യവും ഏറ്റെടുക്കേണ്ടി വന്നത് വിധിയുടെ മറ്റൊരു ക്രൂരതയാവാം. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. അഴിമതിക്കുറ്റം ചുമത്തി ഉത്തര കൊറിയ സൈനിക മേധാവിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. എന്നാൽ ജനറൽ റിയോങ് ജില്ലിന്റെ വധശിക്ഷ എപ്പോൾ നടപ്പിലാക്കിയെന്നും എങ്ങനെ നടപ്പിലാക്കിയെന്നും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസികളാണ് വിവരം പുറത്തുവിട്ടത്. ഉത്തര കൊറിയയുടെ ഇപ്പോഴത്തെ ഏകാധിപതി കിം ജോങ് ഉൻ രാഷ്ട്രതലവനായ ശേഷം 2013 ജനറൽ റിയോങ് ജില്ലിനെ സൈനിക മേധാവിയായി നിയമിച്ചത്. എന്നാൽ 2014 മുതൽ ജനറൽ റിയോങ് ജില്ലും കിം ജോങ് ഉന്നുമായുള്ള ബന്ധം വഷളായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെയാണ് ജനറൽ റിയോങ് ജില്ലിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി വാർത്തകൾ പുറത്തുവരുന്നത്. സ്റ്റാർട്ടപ്പ് നയത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ആശയങ്ങളുടെ സ്വതന്ത്രമായ ആശയവിനിമയമാണ് സ്റ്റാർട്ടപ്പിന്റെ കരുത്ത്. എന്നാൽ മോദി സർക്കാർ ഇത് അനുവദിക്കുന്നില്ല. സ്വതന്ത്രമായ ആശയവിനിമയമാണ് സിലിക്കൺ വാലിയെ സ്റ്റാർട്ടപ്പ് രംഗത്ത് മുന്നേറാൻ സഹായിച്ചത്. അത്തരമൊരു സംസ്കാരം ഇവിടെയും വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കളമശ്ശേരി സ്റ്റാർട്ടപ്പ് വില്ലേജിൽ യുവ സംരംഭകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SYS വകുപ്പുകളും ചുമതലകളും പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള പുതിയ ഭരണക്രമത്തിന് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് അന്തിമരൂപം നൽകി. ക്യാബിനറ്റ് സിസ്റ്റം അനുസരിച്ച് 16 ഭാരവാഹികൾക്കും 49 അംഗങ്ങൾക്കും വിവിധ വകുപ്പുകളുടെ ചുമതല നൽകി. ആദർശം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, സാമ്പത്തികം തുടങ്ങി സംസ്ഥാന വാർഷിക കൌൺസിൽ തയ്യാറാക്കിയ കരട് നയരേഖയ്ക്ക് ക്യാമ്പ് അന്തിമരൂപം നൽകി. പ്രസ്ഥാനത്തിന്റെ ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിന് വിധേയമായാണ് നയരേഖ നടപ്പാക്കുക. ഇതിനു മുന്നോടിയായി ഈ മാസം 29-നകം ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പുകളും മാർച്ച് 24, ഏപ്രിൽ 17 കാലയളവിൽ സംസ്ഥാന നേതാക്കളുടെ സോൺ പര്യടനവും നടക്കും. പര്യടനാനുബന്ധമായി തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സി മുഹമ്മദ് ഫൈസി, അബ്ദുറഹ്മാൻ ഫൈസി മാരായമംഗലം, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, CP സേദലവി മാസ്റ്റർ, മുഹമ്മദ് പറവൂർ, സുലൈമാൻ സഖാഫി മാടിയേക്കൽ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി മജീദ് കക്കാട് സ്വാഗതവും സ്വാദിഖ് വെളിമുക്ക് നന്ദിയും പറഞ്ഞു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയും പാരസ്പര്യ ബഹുമാനങ്ങളും ഉത്തരവാദിത്ത ബോധങ്ങളും സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മഹല്ല് നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കുകയും കുടുംബങ്ങളിൽ ആത്മീയാന്തരീക്ഷവും ഉത്തരവാദിത്ത ബോധങ്ങളും വളർത്തിയെടുക്കണമെന്നും താജുശരിയ ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ ആഹ്വാനം ചെയ്തു. SMA മഹല്ലുകൾ തോറും സംഘടിപ്പിച്ചുവരുന്ന ഹാപ്പി ഫാമിലി കുടുംബസംഗമത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം മഞ്ചേശ്വരം ഉർണി മഹലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കുടുംബത്തിന് മനുഷ്യചരിത്രത്തോളം പഴക്കമുണ്ട്. വർദ്ധിച്ചുവരുന്ന കുടുംബ തകർച്ചയ്ക്ക് കാരണം പരസ്പര വിശ്വാസക്കുറവും വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അഭാവവുമാണ്. അവ പരിഹരിക്കപ്പെടുന്നതിലൂടെ നല്ല കുടുംബ സൃഷ്ടിപ്പ് സാധ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ മഞ്ചേശ്വരം റീജിയണൽ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മദനി അധ്യക്ഷത വഹിച്ചു. SMA കുമ്പള മേഖലാ ജനറൽ സെക്രട്ടറി സയ്യിദ് ഹബീബുൽ അഹദൽ തങ്ങൾ, ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സഖാഫി കാട്ടിപ്പാറ, കുമ്പള മേഖലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. മലപ്പുറം മഅദിൻ പോളിടെക്നിക് കോളേജ് ലൈബ്രറി ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാനേജ്മെന്റ് ഓഫ് മോഡേൺ ലൈബ്രറീസ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. മഅദിൻ മഹാബ സ്ക്വയറിൽ രാവിലെ 9 ആരംഭിച്ച പരിപാടിയിൽ മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സംസ്ഥാനത്തുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 200ഓളം ലൈബ്രറിയന്മാർ സെമിനാറിൽ സംബന്ധിച്ചു. ലോകോത്തര അക്കാദമിക് സ്രോതസ്സുകളുടെ രൂപകൽപ്പനയും പ്രവർത്തന രീതികളും, ലൈബ്രറി വിപണനങ്ങളുടെ പരിഷ്കാരങ്ങൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറും അഡ്ജങ്ക്ട് പ്രൊഫസറുമായ MG ശ്രീകുമാർ നേതൃത്വം നൽകി. സഅദിയ സമ്മേളനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മുസ്ലിം ജമാഅത്ത് സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഈ മാസം 13 രാവിലെ 9:30 നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ മഹല്ലുകളെ പ്രതിനിധീകരിച്ച് 1000-ലേറെ പേർ സംബന്ധിക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ അഡ്ഹോക്ക് കമ്മിറ്റി ചെയർമാൻ BS അബ്ദുള്ള കുഞ്ഞി ഫൈസിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ന്യൂനപക്ഷ മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ ക്ലാസ് എടുക്കും. KPR ടാഗോർ, YK മുതുകൃഷ്ണ അവാർഡ് ദാനം നിർവഹിക്കും. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് കക്കാട്, KMA റഹീം, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, അബു ഹനീഫൽ ഫൈസി തെന്നല, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, അബ്ദുറഹ്മാൻ ബാക്കവി മടവൂർ, PKM സഖാഫി ഇരിങ്ങലൂർ, VH അലി ദാരിമി, A സൈഫുദ്ദീൻ ഹാജി, മുഹമ്മദ് പറവൂർ, റഹ്മത്തുള്ള സഖാഫി എളമരം തുടങ്ങിയവർ പ്രസംഗിക്കും. സയ്യിദ് തൊയ്യിബുൽ ബുഖാരി പ്രാർത്ഥന നടത്തും. SSF വാർഷിക കൌൺസിലുകൾ പൂർത്തിയായ ശേഷം വിവിധ ഘടകങ്ങളിൽ നടക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാനും ആത്മീയ പുരുഷന്മാരുടെ സന്നിധിയിൽ നിന്നും യൂണിറ്റ് സമ്മേളനങ്ങളുടെ അവസാനഘട്ട പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനുമായി കോഴിക്കോട് ജില്ലയിലെ 2 കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയുമായി വിചിന്തന സംഗമങ്ങൾ നടക്കുന്നു. ഇന്ന് മടവൂരിൽ നടന്ന ദക്ഷിണമേഖലാ സംഗമം വൈകിട്ട് 5 മണിക്ക് നടന്ന CM മക്കാം സിയാറത്തോടെ ആരംഭിച്ചു. SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ്, കോഴിക്കോട്, കുന്നമംഗലം, ഓമശ്ശേരി, താമരശ്ശേരി, നരുക്കുനി ഡിവിഷനുകളിലെ ഡിവിഷൻ പ്രവർത്തക സമിതി അംഗങ്ങളും സെക്ടർ ഭാരവാഹികളുമാണ് പങ്കെടുക്കുന്നത്. നാളെ ചെറുവണ്ണൂർ കണ്ടീത്താഴയിൽ നടക്കുന്ന ഉത്തരമേഖലാ സംഗമം വൈകിട്ട് 5 മണിക്ക് വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ മക്കാം സിയാറത്തോടെ ആരംഭിക്കും. SYS ജില്ലാ സെക്രട്ടറി K അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്യും. കൊയിലാണ്ടി, വടകര, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം ഡിവിഷനുകളിൽ നിന്നുള്ള പ്രതിനിധികൾ സംബന്ധിക്കും. കുടിവെള്ള ടാപ്പിന് നൽകാൻ പണമില്ലാത്തതിനാൽ കിണർ കുത്താനിറങ്ങിയ കുരുന്നുകൾക്ക് സഹായ പ്രവാഹം. കാരന്തൂർ മാർക്കസ് കേന്ദ്രീകരിച്ചുള്ള ജീവകാരുണ്യ വിഭാഗമായ RCFI പ്രവർത്തകരാണ് സഹായ വാഗ്ദാനവുമായി ഇന്നലെ എത്തിയത്. കൂലോത്തുംപൊയിലിലെ പരേതനായ ഭാസ്കരന്റെ മക്കളായ 12ഉം 14ഉം വയസ്സുള്ള സുമേഷ്, ജയേഷ് എന്നിവരുടെ പഠനച്ചെലവുകൾ ഏറ്റെടുത്ത് നടത്താനും ഈ കുടുംബത്തിന് കിണർ കുഴിച്ചു നൽകുന്നതുൾപ്പെടെയുള്ള പദ്ധതികളുമായാണ് റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ എത്തിയത്. TC അബ്ദുൽ ഗഫൂർ സഖാഫി, P അഷ്റഫ്, M സുബൈർ എന്നിവരടങ്ങിയ സംഘം ചെറുപുഴയിലെത്തുകയും കുട്ടികളുടെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും എല്ലാ പിന്തുണകളും ഈ കുടുംബത്തിന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സിറാജ് ദിനപത്രത്തിൽ നൽകിയ വാർത്തയാണ് കുടുംബത്തിന് തുണയേകിയത്. അതിനിടെ സാന്ത്വന പ്രവർത്തന സംഘടനയായ IRPCയുടെ ചെറുപുഴ പഞ്ചായത്ത് ഘടകവും സഹായവുമായെത്തി. ഇവർ കുട്ടികൾക്കാവശ്യമായ ഭക്ഷണവും മറ്റും നൽകി. പ്രസിഡന്റ് KM ശ്രീകാന്ത് നേതൃത്വം നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കതിരൂർ മനോജ് വധക്കേസ് P ജയരാജന്റെ അറസ്റ്റ് അനിവാര്യമാണെന്ന് CBI. CBI എന്നാൽ അസംബന്ധങ്ങളുടെ ഘോഷയാത്രയെന്ന് പിണറായി വിജയൻ. വകുപ്പുകളും ചുമതലകളും ക്രമീകരിച്ചുകൊണ്ട് SYS സംസ്ഥാന കമ്മിറ്റിക്ക് പുതിയ ഭരണക്രമം. അഴിമതി കുറ്റം ചുമത്തി ഉത്തരകൊറിയ സൈനിക മേധാവിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ജാമിയ സഅദിയ 46-ാം വാർഷികത്തോടനുബന്ധിച്ച് മുസ്ലിം ജമാഅത്ത് സമ്മേളനം ഈ മാസം 13-ന്. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.